ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമില്ലേ? അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴം അരിയുണ്ടയാണ്. അരിയുണ്ട എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷെ ആരും അധികം പഴം ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിയൊക്കെ വറുത്ത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്, ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം എല്ലാം ആ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു മൂടി തേങ്ങയാണ് വറുത്തെടുക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ചൂടാറിയ ശേഷം ഇതുപോലെ ജാറിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇവിടെ ഞാൻ 5 വെല്ലത്തിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെല്ലം പാവ് കാച്ചി എടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി കൊടുക്കാം. അരി പൊടിക്കുന്ന സമയത്ത് കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ഓപ്ഷണലാണ്. അതുപോലെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചെറുപഴമാണ്. ചെറുപഴം ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മൂടി തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പാവ് കാച്ചി വെച്ച് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുള ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാവരും ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും അരിയുണ്ട ഇഷ്ടമുള്ള എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.